വയറ് കീറി കുടല് പുറത്തെടുത്ത നിലയിലായിരുന്നു. പൂച്ചയുടെ മരണം മൂലം തെളിയിക്കപ്പെട്ടൊരു കൊലപാതക രീതി എന്നായിരുന്നു. യുവതി മരിച്ചു കഴിഞ്ഞ അത്രയും നാള് പഴക്കം തന്നെ ഈ പൂച്ചയ്ക്ക് ഉണ്ടായിരുന്നു. ആലപ്പുഴ ജില്ലയിലെ കരിയിലക്കുളങ്ങരയിൽ പത്തിയൂർപ്പ് അടുത്തൊരു കുളത്തില് ഒരു സ്ത്രീയുടെ മൃതശരീരം കിട്ടുവാണ്. തല കീഴായി കിടക്കുന്ന രീതിയിലാണ് ആ ഒരു ഡെഡ് ബോഡി കിട്ടുന്നത്. അതായത് 2 കാലുകളും മുകളിലേക്ക് വെച്ച രീതിയിലാണ് ഈ ഒരു പുഴയില് ആ സ്ത്രീയുടെ ഡെഡ് ബോഡി കിട്ടുന്നത്. അപ്പൊ തന്നെ പോലീസും കാര്യങ്ങളൊക്കെ വന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും വയറ് കീറി കുടല് പുറത്തെടുത്ത നിലയിലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കാൽപാദങ്ങൾ 2ഉം കെട്ടിയിട്ടുണ്ട്. അത് ആ സ്ത്രീ ഉടുത്തിരുന്ന സാരി കൊണ്ട് തന്നെയാണ് ആ ഒരു കാൽപാദങ്ങളും കെട്ടിയിരുന്നത്. കണ്ടപ്പോ തന്നെ അത് എന്താ കൊലപാതകമാണെന്ന് മനസ്സിലാവുന്നതാണ്. എന്നാൽ അതിന് തെളിവുകൾ അതെ, സ്ത്രീ ആരാണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. കാരണം പ്രദേശത്തുള്ള ഒരു സ്ത്രീ അല്ലായിരുന്നു, ആ ഒരു പരിസരത്തുള്ള ഒരു സ്ത്രീ അല്ലായിരുന്നു. ആർക്കും ആരാണെന്ന് തെളിയിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. ആര് ചെയ്തു, ഇതാരാണ് എന്നുള്ള രീതിയിൽ ആർക്കും തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം ഇവര് കുറച്ചങ്ങ് നീങ്ങി കഴിഞ്ഞപ്പോഴേക്കും കുറച്ചങ്ങ് നീങ്ങി കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു ബാഡ് സ്മെൽ അടിക്കുന്നുണ്ടായിരുന്നു, ഒരു ഫൗൾ സ്മെൽ അടിക്കുന്നുണ്ടായിരുന്നു. അത് കേന്ദ്രീകരിച്ച് പോയി കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു പൂച്ച. ഈ ഒരു കേസ് അറിയപ്പെടുന്നതും പൂച്ച തെളിയിച്ച കേസ്, പൂച്ചയുടെ മരണം മൂലം തെളിയിക്കപ്പെട്ടൊരു കൊലപാതക രീതി എന്നായിരുന്നു. അങ്ങനത്തെ രീതിയിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അതിനുശേഷം അതിനകത്തൊരു ഡൗട്ട് തോന്നുക, സാധാരണ ഒരു പൂച്ചയുടെ ചത്തെടുക്കാൻ നമുക്കൊരു ഡൗട്ട് തോന്നേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മൾ ആ റോഡിലൊക്കെ പട്ടിയും പൂച്ചയൊക്കെ ചത്ത് കിടക്കുന്നതാണ്. അതും ഇതുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തേണ്ട ഒരു കാര്യം വരുന്നുണ്ടായിരുന്നില്ല. യുവതി മരിച്ചു കഴിഞ്ഞ അത്രയും നാള് പഴക്കം തന്നെ ഈ പൂച്ചയ്ക്ക് ഉണ്ടായിരുന്നു. അതാണ് സംശയത്തിന് ഉടലെടുക്കാനുള്ള റീസൺ. അതിനുശേഷം ഈ ഒരു പൂച്ചേനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി ഡിസൈഡ് ചെയ്യുമായിരുന്നു. പക്ഷെ അന്ന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല, ആ ഒരു ഡോക്ടർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വെറ്ററിനറി ഡോക്ടറാണ് ഈ ഒരു പൂച്ചേനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ആ പൂച്ചയുടെ ഉള്ളിൽ ഫ്യൂരിഡാൻ ഉള്ളിൽ ചെന്നിട്ടാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. രണ്ടുപേരുടെയും പൂച്ചയുടെയും ആ ഒരു യുവതിയുടെയും ഫ്യൂരിഡാൻ ഉള്ളിൽ ചെന്നിട്ടാണ് ഒരു മരണം സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ തന്നെ നമുക്ക് ഏകദേശം പോലീസുകാർക്ക് ഒരു ഇത് കിട്ടുകയാണ്. കാരണം ഈ ഒരു പൂച്ചയ്ക്ക് ഈ ഒരു കൊലപാതകമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്, ഒരു റിലേഷൻ ഉണ്ട്. അപ്പൊ നമുക്കറിയാം പൂച്ചകൾ എപ്പോഴും പരിചയമുള്ളവരുടെ കൂടെ ഇണങ്ങി കഴിഞ്ഞിട്ട് ആളുടെ കൂടെ ആയിരിക്കും എപ്പോഴും നടക്കാറ്. അപ്പൊ ഈ പൂച്ചയുടെ ഓണർ തന്നെ ആയിരിക്കാം കൊലയാളി എന്നുള്ളൊരു ഇതിലോട്ട് പോലീസ് എത്തുകയാണ്. അതെ, അന്നത്തെ സർക്കിളായിരുന്ന ഹരികൃഷ്ണനാണ് ആ ഒരു അന്വേഷണ ചുമതല ഉണ്ടായിരുന്നത്. അപ്പൊ ആളുടെ ഉള്ളിലേക്കാണ് ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ ഒരു ഡൗട്ട് വരുന്നത്. പൂച്ചകള് പൊതുവെ അറിയാവുന്നവരുടെ കൂടെയാണ് പൂച്ചകൾ പുറകെ പോവുള്ളൂ, ഇല്ലാത്തവരുടെ കൂടെ പൂച്ചകൾ അങ്ങനെ പോവില്ല. ആ ഒരു കണക്ഷൻ റിലേറ്റഡ് ആയിട്ടാണ് പോകുന്നത്. അങ്ങനെ ഈ പൂച്ചയുടെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ വെച്ച് അന്വേഷണങ്ങൾ തുടങ്ങി. പക്ഷെ നാട്ടുകാരൊക്കെ ഇത് കളിയാക്കുവാണ്. അതെ, വെറുതെ ഇവരൊക്കെ കിറുക്കന്മാരെന്നൊക്കെ വിളിക്കുന്നത്. പക്ഷെ പോലീസുകാര് വെറുതെ അല്ല, പിറകിലൊരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഫോട്ടോ കൊണ്ട്. കേരള പോലീസ് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, കേരള പോലീസിന് ഒരു കാര്യം പിടിക്കണമെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവരത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവരത് പിടിച്ചിരിക്കും. അത് ഏത് വിധേനയാണെങ്കിലും അവരത് കണ്ടുപിടിച്ചിരിക്കും. ഇതുപോലെ ഒരുപാട് കേസസ് നമ്മൾ ഓൾറെഡി തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ നോക്കുമ്പോ തന്നെ കാരണം പൂച്ചകളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ഒരുപോലെ ഇരിക്കുന്നോണ്ട് ഫോട്ടോ വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കും, പിന്നെയാണ് ചത്ത പൂച്ച. അതെ, അങ്ങനെ ഒരു കളിയാക്കലായിരുന്നു പോലീസുകാർക്കെതിരെ വന്നത്. എന്നാ ഇവര് കറക്റ്റ് വേയില് തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം അവിടെ ഒരു ആള് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, ഇത് തങ്ങളുടെ വീട്ടിലെ പൂച്ചയാണ്. പക്ഷെ പൂച്ച മരിച്ച വിവരമൊന്നും ഇവർ അറിയുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം പോലീസ് അവിടെ ചെന്നു, ആ ഒരു വീട്ടുകാരെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്തു. പക്ഷെ അവരായിട്ട് യാതൊരുവിധ ബന്ധം ഇല്ല. ഈ ഒരു മരണവുമായിട്ട്, ആ ഒരു കൊലപാതകമായിട്ട് ഇവർക്ക് ആർക്കും ഒരു ബന്ധവും ഇല്ല. അതിനുശേഷം അവിടുത്തെ ചുറ്റുപാടുള്ള എല്ലാരെയും ക്വസ്റ്റ്യൻ ചെയ്തു. പക്ഷെ അവരാരും ഇതിനകത്തൊരു പങ്കാളിത്തം ഇല്ലാത്ത പോലെയാണ് തോന്നിയത്. അതെ, അപ്പൊ അടുത്തുള്ള വീട്ടിലുള്ള ആൾക്കാർക്കൊന്നും തന്നെ അങ്ങനെ ഒരു സംശയം തോന്നുന്ന രീതിയിലുള്ള പെരുമാറ്റം ആയിരുന്നില്ല. എന്നാൽ വീട്ടിൽ തൊട്ടടുത്ത് താമസിക്കുന്ന ജലാലുദ്ദീൻ എന്ന് പറയുന്ന ഒരാള്, ഇയാളെന്ന് പറയാ ഈ പല നാടുകളിൽ സഞ്ചരിച്ച് ഈ പാത്രങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷെ അയാൾ അന്ന് പോലീസിനെ കാണാൻ പറ്റിയില്ല. കാരണം
അയാള് അതുപോലെ തന്നെ കച്ചവടം നടത്താൻ പോയി പല അയാൾ യാത്രയിലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. വിളിക്കുമ്പോഴൊക്കെ അയാൾ അങ്ങനെയായിരുന്നു ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നത്. അവസാനം ഇയാളുടെ നമ്പർ ട്രാക്ക് ചെയ്യുമായിരുന്നു സൈബർ സെൽ. അങ്ങനെ ഓരോ വട്ടം ഒഴിഞ്ഞു മാറുമ്പോഴും പോലീസിന് ഡൗട്ട് വരികയാണ്. അതിനുശേഷമാണ് ഇവർ ആ ഒരു സൈബർ സെൽ മുഖേന ആ ഒരു വ്യക്തിനെ ട്രാക്ക് ചെയ്യുന്നത്. അങ്ങനെ ട്രാക്ക് ചെയ്തപ്പോഴാണ് ഇയാളുടെ വീട്ടിലുണ്ടെന്നുള്ള കാര്യം അറിയുന്നത്. ശേഷം പോലീസുകാർ ചെല്ലുന്നു, ആളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അങ്ങനെ പോലീസ് പിടിക്കുവാണ്, ചോദ്യം ചെയ്യുന്നു. അപ്പൊ അയാള് സത്യമൊക്കെ പുറത്ത് പറഞ്ഞു തുടങ്ങുവാണ്. അതായത് ഇതേപോലെ തന്നെ പാത്ര കച്ചവടമായിട്ട് കരുവാറ്റ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകുന്നു. അങ്ങനെയാണ് ഈ മരിച്ചുപോയ സ്ത്രീയെ പരിചയപ്പെടുന്നത് അയാള്. അതെ, പിന്നെ അവരായിട്ട് സൗഹൃദത്തിലായി, പിന്നെ അത് പ്രണയമായി, അങ്ങനെ അത് പോയി. അതിനുശേഷം ഇയാള് ജലാലുദ്ദീൻ ആ ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് സ്വർണം മേടിച്ചു, അത് പണയം വെച്ചു. ആള് ഭയങ്കര ലാവിഷ് ആയിട്ടുള്ള ജീവിതമായിരുന്നു അത് വെച്ചിട്ട്. അതിനുശേഷം കുറച്ച് നാൾക്ക് ശേഷം ഇവർ ആ ഒരു സ്വർണം തിരിച്ച് ചോദിച്ചു. ആള് പലവട്ടം ഒഴിഞ്ഞൊക്കെ മാറി, പക്ഷെ ഒഴിഞ്ഞു മാറാൻ പറ്റില്ലാത്തൊരു സ്ഥിതി വന്നപ്പോഴേക്കുമാണ് തരാം എന്നുള്ള ഇതില് ഈ ഒരു സ്ത്രീനെ വിളിക്കുന്നത്. ഈ ഒരു സംഭവം നടന്ന സ്ഥലത്തേക്ക് ആ സ്ത്രീനെ വിളിക്കുന്നത്. ഇയാൾ ഈ ആഭരണമൊക്കെ ദൂർത്തടിച്ച് കളയുമായിരുന്നു. അപ്പൊ ഇവര് തിരിച്ച് ചോദിക്കുന്ന സമയത്ത് കൊടുക്കാൻ താല്പര്യം ഇല്ലെങ്കിലും അപ്പൊ ആഭരണം നൽകാമെന്നുള്ള ഒരു വ്യാജേന ആ സ്ത്രീയെ കൊണ്ടുവരുന്നു. പാടത്തോട്ട് വിളിച്ചു വരുത്താണ് സംഭവം നടന്ന സ്ഥലത്ത്. എന്നിട്ട് ഫുഡ് കൊണ്ടുവരാം, ആഹാരം കൊണ്ടുവരാമെന്നുള്ള രീതിയിൽ പോയിട്ട് അവരവിടെ നിർത്തിയിട്ട് അയാൾ പോവാണ്. എന്നിട്ട് തിരിച്ച് വിഷം കലർത്തിയ ഭക്ഷണമായിട്ട് ഫുഡുമായിട്ടാണ് അവര് തിരിച്ചു വരുന്നത്. പക്ഷെ പൂച്ച കൂടെ വരുന്ന കാര്യം ഇയാൾ അറിഞ്ഞില്ല. ഈ ഫുഡ് അവര് കഴിച്ചു. അതിനുശേഷം മരിച്ചതിന് ശേഷം വൊമിറ്റ് ചെയ്യുമല്ലോ, ഈ പൂച്ച ഫുഡും വൊമിറ്റ് ചെയ്തതും കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ പൂച്ച മരിക്കുന്നത്. അങ്ങനെയാണ് ഈ പൂച്ചയും ഈ ഒരു കൊലപാതകവും തമ്മിൽ ഒരു കണക്ഷൻ വരുന്നത്. അയാൾ തന്നെ പോലീസിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ പൂച്ച മരിച്ചതിന്റെ തുമ്പിൽ പിടിച്ച് നിങ്ങൾ എന്റെ പിറകെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ആള് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു രീതിയിലേക്ക് സംഭവം ഡൈവേർട്ട് ചെയ്ത് പോകും എന്നുള്ള കാര്യം വിചാരിച്ചിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ചിലപ്പോ ഒരു നിസ്സാര കാര്യത്തിലായിരിക്കും എന്തെങ്കിലും ഒരു തെളിവ്. നമ്മളൊക്കെ നേരത്തെ പറഞ്ഞൊരു കേസില് സ്ക്രൂവിലാണ് തുമ്പ് കിട്ടിയത്. പേരൊരു സ്വദേശി ശകുന്തള മരിച്ച കേസിൽ ആ ഒരു കാലിലിട്ട ഒരു സ്ക്രൂവിലാണ് തുമ്പ് പിടിച്ചു കയറിയത്. അതുപോലെ തന്നെ ഇവിടെ ഒരു പൂച്ചയാണ് ആ ഒരു ക്രൈം തെളിയിച്ചിരിക്കുന്നത്. കാരണം എവിടെയെങ്കിലും ഒരു ഇത് വെക്കാണ്ട്, ഒരു എവിഡൻസ് ബാക്കി വെക്കാണ്ട് ഒന്നും നടക്കില്ല. എവിടെയെങ്കിലും ഉണ്ടാവും, നമ്മള് അന്വേഷിച്ച്, അതെ, നമ്മൾ അറിയാതെ എവിടെയെങ്കിലും ഉണ്ടാവും.